ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമാ പാട്ട് ഓർമ്മ വരികയാണ്. രമസാനിലെ ചന്ദ്രികയോ. ഇത് തേങ്ങയല്ല. അല്ല. ഇത് ഒലക്കയുമല്ല. അല്ല. നിനക്കെന്താ കാട്ടിലെ കയക്കുന്നു പക്ഷെ വിറക് വെട്ടുകാരന് തന്റെ മകളെ ഒരു വലിയ പണക്കാരനായ ഗൾഫുകാരനെ കൊണ്ട് കെട്ടിക്കാനാണ് താല്പര്യം. അതെങ്ങനെ നടക്കും? അത് താനേ നടന്നു. ആർട്ടിസ്റ്റ് കുളത്തിലേക്ക് ചാടുകയാണല്ലോ, അപ്പോ ക്യാമറയും ഒപ്പം ചാടട്ടെ. കാണാൻ കൊള്ളാത്ത ആണുങ്ങളെ സഹോദരന്മാരെന്ന് പറഞ്ഞ് സ്നേഹിക്കുന്നത് പെണ്ണുങ്ങളുടെ ഒരു സ്ഥിര ഏർപ്പാടാണ്. എന്നാലും എന്നോടിത് വേണ്ടായിരുന്നു. ഇവിടെ വരുന്നവർക്കൊക്കെ 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടു. അധികം ചൂടാവൊന്നും വേണ്ട. ഞാനേ പോളിടെക്നിക്ക് പഠിച്ചതാ. യന്ത്രങ്ങളുടെ പ്രവർത്തന രീതിയൊന്നും താൻ എന്നെ പഠിപ്പിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ ഓടിച്ചോളി. അത് പിന്നല്ലേ. ഓ, ഈ നടുവിലുള്ളതാണോ ക്ലച്ച്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ട് താഴോട്ട് നോക്കരുതെന്ന്. പിന്നെ ക്ലച്ച് ഏതാണെന്ന് അറിയണ്ടേ? ക്ലച്ച് നിങ്ങളെ കാലിൽ ലെഫ്റ്റാണ്, കാലിൽ ലെഫ്റ്റാണ് ഞാൻ പറയും. അപ്പൊ ക്ലച്ച് ഇടുമ്പോ ഗിയർ ബ്രേക്ക് എവിടെ? ബ്രേക്കിന്റെ ഞാൻ ചവിട്ടിക്കോളാം. അച്ഛൻ തന്നുടെ വ്യർത്ഥതയോതും സർവം സഹയാം ഭൂമി ദേവിക്കിന്നും എന്നും സരസയ്യ സരസയ്യ സരസയ്യ. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്കൊരു സിനിമാ പാട്ട് ഓർമ്മ വരികയാണ്. രമസാനിലെ ചന്ദ്രികയോ. അറബി പെങ്കൊടി അയകിൻ പൂമ്പൊടി ആരിജ് ആരിജ് ആരിജ്. നമ്മക്കെന്താ ഉള്ളത്? മാമയും പോയി, മൈമനെയും പോയി, കയ്യിലാണെങ്കിൽ കാശില്ല. പടച്ചോനെ കണ്ണിലിരുട്ട് കയറുന്നത് പോലെ തോന്നിയതാണ്. ദിനേശേട്ടൻ എന്ത് പറ്റി? ശോഭയ്ക്ക് തമാശ ശരിക്കും അങ്ങോട്ട് മനസ്സിലായില്ല അല്ലേ? എന്നാ പിന്നെ വേറൊരു തമാശ. സലിത അച്യുതമിനോക്കേഷ് സലിത. അച്യുതൻ എന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ സർവ്വ സ്വത്തുക്കളും അവനും കൂടി അവകാശപ്പെട്ടതാണെന്ന്. പ്രായത്തിനുള്ളിൽ ഒരു കവി ഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്. ചേട്ടായാലും മറ്റേക്കൊന്ന് വെറുതെ കിടക്കുക. അത് ഞാൻ സാറിന് തരാം. അതും വെച്ച് വല്ല ചാരപ്പണിയും നടത്തിയ 2 കണ്ണും ഈ ഉള്ളം കൈ കിടക്കും. കോഴി കുളക്കോഴി ഒന്നും ചരിവിലെ അവരെ മാത്രമാണ് അച്ഛാ പേടിക്കേണ്ടത്. വിപ്ലവത്തിന്റെ ശത്രുക്കൾ, സ്ഥിതി സമത്വത്തിന്റെ പാതയിലെ കുപ്പിച്ചില്ലുകൾ, കാരമുള്ളുകൾ.